चाहता हूं ഏത് ദൈവവൈതലും താൻ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. താൻ ആരെ സേവിക്കുന്നു എന്നുള്ള ഒരു അറിവ് हर एक व्यक्ति को जो जिसका उपासना आप करते हैं उस परमेश्वर का जानकारी आपके जीवन में होना बहुत जरूरी है. 2 तीमुथियोस 1:12 ഇങ്ങനെ നാം വായിക്കുന്നു. 2 तीमुथियोस 1:12 पहला तीमुथियुस 1:12 में हम इस तरीके से पढ़ते हैं. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, അത് നിമിത്തം ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. दूसरा तीमुथियुस 1:12 पे यह लिखा है, इस कारण मैं इन दुखों को भी उठाता हूँ पर लज्जाता नहीं, क्योंकि मैं उसे जिस पर मैंने विश्वास किया है जानता हूँ, और मुझे निश्चय है कि वो मेरी धरोहर की उस दिन तक रखवाली कर सकता है. आमीन. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നുള്ള അറിവ്, मैं जिस पर विश्वास करता हूं वो मेरे को अच्छी तरह से मैं उनके बारे में जानकारी रखा हुआ है. അപ്പോസ്തലൻ പൗലോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ്, താൻ വിശ്വസിക്കുന്ന തന്റെ ദൈവം. प्रभु का दास प्रेरित पौलुस जो जिस पर वो विश्वास करता है उस परमेश्वर का पुत्र यीशु मसीह के बारे में जो जानकारी है वो अच्छी से रखा था. എന്താണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം എന്ന് പറയുന്നത്? हमारा जीवन का जो मूल बात क्या है करके हम जानना जरूरी है. ആരിലാണ് നിങ്ങളുടെ വിശ്വാസം? എന്തിലാണ് നിങ്ങളുടെ വിശ്വാസം? എന്തിനെയാണ് നിങ്ങളുടെ വിശ്വാസം? हम किस पर विश्वास करते, किस चीज पर विश्वास करते, क्यों विश्वास करते? എന്താണ് നിങ്ങളുടെ വിശ്വാസത്തിന് ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്? हमारा विश्वास का जो लक्ष्य क्या है? ആ വിശ്വാസത്തെ തന്നെ നമുക്ക് 4 വിധത്തിൽ വീണ്ടും പറയാൻ കഴിയും. उस विश्वास से 4 तरीके से हम फिर बांटा जा सकता है. ഒന്ന് കോമൺ ഫെയ്ത്ത്, സാധാരണ വിശ്വാസം, കോമൺ ഫെയ്ത്ത്. एक है साधारण विश्वास. 2 ദ പവർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയും. दूसरा है विश्वास का सामर्थ्य. മൂന്നാമത്തെ വിഷയമാണ് ദ പ്രഷ്യസ് ഫെയ്ത്ത്, വിശുദ്ധ വിശ്വാസം, അല്ലെങ്കിൽ വിലയേറിയ വിശ്വാസം. हालेलुया. कीमत देकर जो विश्वास में जाता है वो है प्रीशियस, बहुमूल्य विश्वास. നാലാമത്തേതാണ് അതിവിശുദ്ധ വിശ്വാസം, ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. हालेलुया. और चौथा है अति पवित्र विश्वास, सबसे हालेलुया बहुमूल्य विश्वास. സാധാരണ വിശ്വാസം, വിശ്വാസത്തിന്റെ ശക്തി, വിലയേറിയ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം. साधारण विश्वास, विश्वास का सामर्थ्य, बहुमूल्य विश्वास, अति बहुमूल्य विश्वास. ഇന്ന് രാത്രികാലം പരിശുദ്ധമോ നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ദൈവിക പദ്ധതിയാണ് പരിശുദ്ധമോ വെളിപ്പെടുത്തുന്നത്. आज रात को सबसे बड़ा बहुमूल्य विश्वास पर हमारे को पहुंचाने के लिए प्रभु की अगुवाई हमारे ऊपर हो, यही मैं कोशिश करता हूं. അതുകൊണ്ട് നാം സേവിക്കുന്ന ദൈവം അല്ലെങ്കിൽ ക്രിസ്തു ആരാണെന്ന് അറിയുവാനുള്ള ആ ഒരു വെളിപ്പാടിലാണ് വിശ്വാസത്തിന്റെ വർധനമുണ്ടാകുന്നത്. हम जिसका उपासना करता है उस परमेश्वर के बारे में हमारे अंदर जो जानकारी है उसी जानकारी पर है जो हमारा विश्वास बढ़ता है. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു പ്രാകാര തലത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്കും വിശ്വാസത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്കും പോകുവാൻ ദൈവം നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. हालेलुया. हम लोग देखे हैं प्रभु का वाचा का संदूक का 3 प्रकार का स्थान होता है. पहला स्थान पवित्र स्थान, अति पवित्र स्थान. उसी से लिए प्रभु हमको बताता है पहला स्थान से पवित्र स्थान में आइए, अति पवित्र स्थान से अति पवित्र स्थान में आप आइए करके प्रभु हमको अगुवाई कर रहा है. आज रात को പ്രാകാര വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ 30 മേനിയാണ്. हमारा पहला विश्वास का मतलब है हमारा विश्वास का 30 गुना. വിശുദ്ധ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്കുള്ള നിങ്ങളുടെ പ്രവേശനത്തിൽ
60 മേനിയിലേക്ക് നിങ്ങൾ വളരുന്നു. 60 മേനിയിലേക്ക്. हमारे विश्वास का जो पवित्र स्थान में जब हम प्रवेश करते हैं, हम 60 गुना फलवंत हो जाता है. എന്നാൽ വിശ്വാസ ജീവിതത്തിന്റെ അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ, അവിടെ നിങ്ങൾക്ക് 100-ൽ 100 ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയും. सबसे बड़ा पवित्र स्थान में जहां वाचा का संदूक रखा है, उस जगह पर जब हम प्रवेश करते हैं, हमारा विश्वास का 100 गुना हालेलुया विश्वास होते हैं और परमेश्वर की पूर्ण रूप उपस्थिति को महसूस कर सकते हैं हम. ഈ അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിന് ലോകം, ജഡം, പിശാച് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കെതിരായി നിൽക്കും. हालेलुया. जब अति पवित्र स्थान में जब हम प्रवेश करने के लिए जब हम कोशिश करते हैं, उस समय दुनिया, हमारी शरीर और शैतान, ये हमारी प्रतिकूल अवस्था में हमको आगे बढ़ाने से रुकावट करता है. നിങ്ങൾ ദൈവത്തെ അറിയണമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ കൺസെപ്റ്റിൽ, വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ ജഡം നിങ്ങളെ എതിർക്കും. जब हम विश्वास का गहराई की ओर हम जाने के लिए, उसके बारे में थोड़ा सा और समझने के लिए जब हम कोशिश करते हैं, हमारी शरीर आकर हमको रुकावट करते हैं, आगे बढ़ाने नहीं देते. നിങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങളിൽ മുൻപോട്ട്, വിശ്വാസ ജീവിതത്തിന്റെ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ലോകം, ലൗകികമായത്, ലോകത്തിലുള്ളത് നിങ്ങളെ എതിർക്കും. जब हम विश्वास जीवन का जो लंबाई के सफर में जब हम कोशिश करते हैं, तब दुनिया हमारी प्रतिकूल अवस्था में आकर हमको आगे बढ़ाने से रुकावट करता है. നിങ്ങൾ വിശ്വാസത്തിന്റെ ഉയരങ്ങളിലേക്ക്, ഉന്നതികളിലേക്ക്, വലിയ പുതിയ മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ സ്വർലോകങ്ങളെ ദുഷ്ടാത്മ ശക്തികൾ, അന്ധകാര ശക്തികൾ നിങ്ങളെ എതിർക്കും. जब विश्वास का जब हालेलुया उन्नत स्थानों में हम पहुंचने के लिए जब कोशिश करते हैं, तब हम देखा है दुनिया का अंधकार की दुष्टात्मा सेना का जो शक्ति है, जो आकाश मंडप से है, वो हमारी प्रतिकूल अवस्था में आ जाता है. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ലോകത്തിന് യാതൊരു ഘടകങ്ങളും അടിസ്ഥാനമല്ല, ആധാരമല്ല, അനുകൂലമല്ല. इसलिए हमारा विश्वास के लिए जो नींव है, दुनिया का कोई चीज नहीं है. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. इब्रानियों का पत्र 11 में पुराना नियमों का विश्वासी लोगों के बारे में ऐसा पूरा लिखने के बाद बोलता है, उन लोगों के लिए दुनिया हालेलुया योग्य नहीं था. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. दुनिया उनके लिए योग्य नहीं था. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എന്റെ രാജ്യം ഐഹികമല്ല. हमारा प्रभु हमारे वचन के द्वारा हमको बताता है, मेरा जो राज्य देश ये धरती का नहीं है. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ, മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. इसलिए यीशु मसीह अपनी याचकों का जो प्रार्थना जब पढ़ते हैं, बोलते हैं परमेश्वर के सामने, तब परमेश्वर से बोलता है, पिताजी जैसे मैं ये दुनिया का नहीं है, उसी जैसा आपने मेरे को दिया हुआ ये लोग भी दुनिया का नहीं है. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഗതസമനയിലേക്ക് പോകുന്നതിന് മുമ്പേ താൻ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന്റേതൊന്നും എന്റെ പക്കലില്ല. इसलिए यीशु मसीह ने जब गतसमना बाग में हालेलुया दंडन के प्रार्थना में जब घुटना टेकने से पहले अपनी चेलों को कहता है, हालेलुया दुनिया का प्रभु आ रहा है, उनके मेरे साथ कोई संबंध नहीं है, उनकी कोई चीज मेरे पास नहीं है. അതുകൊണ്ടാണ് റോമാലേഖനം 12:2 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. इसलिए प्रेरित पौलुस वचन के अंदर कहता, रोमियो का पत्री में कहता है 12 अध्याय में, तुम इस दुनिया की सदृश्य न बनो. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ വീണ്ടും അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. हालेलुया. इसलिए प्रेरित पौलुस गलातियों का पत्री 6 अध्याय में बोलता है,
मैं दुनिया के लिए, दुनिया मेरे लिए, मैं क्रूस पर चढ़े हुए हैं. ഞാൻ ഇന്ന് രാത്രികാലം ഈ ദൂത് പറയുന്നതിന്റെ ആശയം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ആത്മീയമായ ഒരു വെളിപ്പാടാണ് ആവശ്യം. आज रात को इस तरीके का संदेश में आपके सामने बांटने के पीछे का कारण यही है कि आपके जीवन की, विश्वास जीवन में अगर आपको आगे बढ़ना है तो आपको एक अच्छे से जानकारी आपके अंदर होना चाहिए. നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ആരെ വിശ്വസിക്കുന്നു, आप किसको ऊपर विश्वास करता है करके एक अच्छे से जानकारी आपके मन के अंदर होना जरूरी है. നിങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ആരാണ്? आपका विश्वास का नींव कौन है? എബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് ചരിത്ര പുരുഷന്മാരല്ല, വിശ്വാസത്തിന്റെ നായകന്മാരല്ല, പഴയ നിയമത്തിന്റെ യാതൊരു വ്യക്താക്കളുമല്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. इब्रानियों का पत्र 12 अध्याय 2 वचन में कहता है, हमारा विश्वास का जो नींव है दुनिया का कोई मनुष्य नहीं है, मनुष्य बनाया कोई चीज नहीं है, मनुष्यों का बनाया कोई कहानी नहीं है. हमारा विश्वास का कर्ता, हमारा हालेलुया और सिद्ध कराने वाला हमारा प्रभु यीशु मसीह है. ആ കർത്താവായ യേശുവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. അവനാണ് നമ്മുടെ രക്ഷാ നായകൻ. അവനാണ് നമ്മുടെ ജീവന്റെ നായകൻ. അവനാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. हमारा प्रभु है, हमारा विश्वास का स्वामी, हमारा प्रभु है, हमारा विश्वास का कर्ता, हमारा प्रभु यीशु मसीह है, हमारा विश्वास का नींव. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ലോകത്തിന്റെ അടിസ്ഥാനങ്ങളില്ല, ലോകത്തിന്റെ ആശ്രയമില്ല, ലോകത്തിന്റെ മാനദണ്ഡങ്ങളില്ല, ലോകത്തിന്റെ യാതൊരു മെറ്റീരിയൽസും നിങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടില്ല. इसलिए मेरे भक्तों, परमेश्वर के आशीषों, मैं आपसे कहता हूं, प्रभु यीशु मसीह पर जो आपका विश्वास के लिए दुनिया का मनुष्य बनाया हुआ कोई चीज नहीं है, ना कोई बनाया हुआ बात है. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം ഒരു വ്യക്തിയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഒരു സഭയിലല്ല, ഒരു സംഘടനയിലല്ല, ലോകത്തിലെ മനുഷ്യനല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം. हमारा विश्वास का जो नींव जिस पर बना हुआ है, जिसके ऊपर हमारा आधार बना हुआ है, वो एक व्यक्ति है, कोई संस्था नहीं, कोई भी जाति या वर्ग नहीं, सिर्फ एक व्यक्ति है. वो है हमारा सर्वशक्तिमान प्रभु परमेश्वर यीशु मसीह. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനദി, ആ ദിവസം വരെ എന്നെ നടത്തുവാൻ ദൈവശക്തനാണ്. हालेलुया. इसलिए प्रेरित पौलुस कहता है, जिस पर मैं विश्वास करता हूं, मैं अच्छी तरह से जानता हूं, वो मुझे आखिरी सांस तक अगुवाई करने के लिए वो काफी है. നമ്മുടെ ഇന്നത്തെ സന്ദേശത്തിന്റെ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം ക്രിസ്തുവാണ്. ആ വിശ്വാസം ദൈവവചനത്തിൽ നിന്ന് വരുന്നു. आज हमारा वचन का पहला जो पॉइंट है, हमारा विश्वास का नींव प्रभु यीशु मसीह है. वो विश्वास हमको परमेश्वर की पवित्र वचन से आता है. അതാണ് റോമാലേഖനം 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. हालेलुया. इसलिए प्रेरित पौलुस रोमियों का पत्री 17 पे लिखा है, सो विश्वास सुनने से और सुनना मसीह के वचन से होता है. വിശ്വാസം ലോകത്തിന്റെ ഉൽപ്പന്നമല്ല, വിശ്വാസം സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കുന്നതല്ല, വിശ്വാസം ഈ ലോകത്തിന്റെ ഒരു വസ്തുതയല്ല. ഈ ലോകത്തുള്ളവർക്ക് വിശ്വാസം കാണുവാൻ കഴിയത്തില്ല. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൽ വിടുതലുകൾ കാണുവാൻ കഴിയത്തുള്ളൂ. विश्वास ये दुनिया का कोई भी बाजार में, सुपरमार्केट में, बिग बाजार में मिलने वाली चीज नहीं है. दुनिया का लोग अपनी आंखों से विश्वास को नहीं देख सकता. विश्वास के बारे में उनको बताने से उनको समझ में नहीं आता. हालेलुया. विश्वास सिर्फ प्रभु यीशु मसीह के द्वारा हमारे अंदर उत्पन्न होते हैं. പ്രൈസ് ദി ലോർഡ്. हालेलुया. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. आज रात को मेरे प्रियो आपके विश्वास बढ़ते जाए. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവ് പലപ്പോഴും പറഞ്ഞു, അല്പവിശ്വാസിയെ, അല്പവിശ്വാസിയെ, നീ എന്തിന് ഭയപ്പെട്ടു, നീ എന്തിന് സംശയിച്ചു.
इसलिए सर्वशक्तिमान हमारा यीशु मसीह ने प्रेरित पौलो पत्रोस से कहा, हे अल्पविश्वासी, तू क्यों डर गया, तू क्यों भयभीत हो गया? നിങ്ങളുടെ ഭയവും നിങ്ങളുടെ അവിശ്വാസവും നിങ്ങളുടെ സംശയവും നിങ്ങളുടെ അത്ഭുതത്തിൽ നിങ്ങളെ തടയുന്നു, വിടുതൽ നിങ്ങളെ തടയുന്നു, ദൈവ പ്രവൃത്തി നിങ്ങളെ തടയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് വിശ്വാസത്തിൽ ശക്തരായി തീരാം. हमारी अविश्वास हालेलुया हमारे जीवन में उन्नति के लिए उन्नति को रुकावट करता है. हमारा अल्पविश्वास हमारी जीवन में चमत्कारी होने से रुकावट करता है. हमारा अल्पविश्वास हमारे जीवन में जो परमेश्वर की जो आशीष को रुकावट करता है. इसलिए आज ही रात को हम लोग विश्वास में बढ़ने पाए. പ്രൈസ് ദി ലോർഡ്. हालेलुया. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരോടെ ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നിങ്ങൾ ശക്തരാകുവാൻ, വിശ്വാസത്തിൽ നിങ്ങൾ സമ്പന്നരാകുവാൻ, വിശ്വാസത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണുവാൻ ഈ രാത്രികാലം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് ആവശ്യമാണ്. आज रात को मैं आपके लिए विनती करता हूं, परमेश्वर से प्रार्थना करता हूं, विश्वास के द्वारा आपकी मन को आंखों को खोले, आपकी विश्वास को बढ़ने के लिए हालेलुया आपके अंदर का जो हालेलुया सामर्थ्य बढ़े. പ്രൈസ് ദി ലോർഡ്. हालेलुया. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. हम अपने हाथ उठाकर मिलकर प्रभु की स्तुति करें. हालेलुया 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 हालेलुया. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ലോകത്തിൽ നഷ്ടം വരുന്നതും നിങ്ങളുടെ സൗന്ദര്യത്തിനല്ല, നിങ്ങളുടെ ആരോഗ്യത്തിനല്ല, നിങ്ങളുടെ സമ്പത്തിനല്ല, നിങ്ങളുടെ ഭൗതിക നന്മകൾക്കല്ല ഛേദം വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും വിശ്വാസമാണ്. हालेलुया. मेरे आशीषों, मैं आपसे विनती के साथ आज कहना चाहता हूं, इस दुनिया में आपको नुकसान होने वाली चीज आपकी धन नहीं, आपकी खूबसूरत नहीं, आपकी शोर नहीं, ये धरती पर मनुष्य देने वाला, मनुष्य के द्वारा निर्माण किया हुआ कोई चीज नहीं. आपके अंदर परमेश्वर के द्वारा मिला हुआ वो विश्वास है. वो जल्दी जल्दी धीरे धीरे से आपके अंदर से खत्म हो जाता है. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല. അവിടെ നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പത്രോസിനോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. हालेलुया. मेरे आशीषों, मैं आपसे कहता हूं, हालेलुया, हमारा विश्वास अगर नष्ट हो गया तो हम हालेलुया किसी चीज का काम का नहीं. इसलिए प्रेरित पत्रोस से यीशु मसीह ने कहा, हालेलुया, मैं तुम्हारी आत्मविश्वास को कदम ना हो, इसलिए मैं परमेश्वर से विनती किया तुम्हारे लिए. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. हाथ उड़ाकर प्रभु को धन्यवाद करेंगे. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്താണ് നിങ്ങളുടെ അറിവ്? हालेलुया. हम प्रेरित पौलुस हमको बताता है, मैं जिसका विश्वास करता हूं वो मैं अच्छी तरह से जानता हूं. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? हम किस पर विश्वास करते हैं? എന്താണ് നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം? हमारा विश्वास का नींव क्या है? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വസ്തുവിനെയാണോ ഒരു വ്യക്തിയാണോ? हमारा विश्वास किसी एक चीज के ऊपर है क्या, या एक व्यक्ति के ऊपर है क्या? നിങ്ങൾ ഈ ലോകത്തിൽ ലഭിക്കുന്ന എന്തെങ്കിലുമാണോ വിശ്വസിക്കുന്നത്? അതോ ഈ ലോകത്തിൽ കിട്ടുന്ന വസ്തുക്കളെയാണോ? അതോ നശിക്കുന്ന വസ്തുക്കളെയാണോ? അതോ ഉപയോഗത്താൽ നശിച്ചു പോകുന്ന വസ്തുക്കളിലാണോ നിങ്ങളുടെ വിശ്വാസം? അതോ ക്രിസ്തുവിലാണോ നിങ്ങളുടെ വിശ്വാസം? हमारा विश्वास ये दुनिया में आते हैं फिर खत्म हो जाते हैं, या पा लेते हैं फिर खत्म हो जाते हैं, या इस पे हमारा विश्वास है, या हालेलुया हमारा विश्वास केवल यीशु मसीह पर है क्या? പ്രൈസ് ദി ലോർഡ്. हालेलुया പ്രൈസ് ദി ലോർഡ്. हालेलुया. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്റെ സന്ദേശത്തിന്റെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുവാൻ. हालेलुया. आज मेरे वचन का पहला भाग में मैं आपको हालेलुया उपदेश देना चाहता हूं, आपका विश्वास परमेश्वर पर बने रहे. ദൈവത്തിൽ വിശ്വാസമുള്ളതായി തീർന്നാൽ ദൈവത്തിന് വിശ്വാസമാണ് വേണ്ടത്. हालेलुया. जब परमेश्वर विश्वास करते हैं तो सच्चे परमेश्वर जीवित खुदा पर आपकी विश्वास होना चाहिए. ആ വിശ്വാസം മനുഷ്യന്റെ വിശ്വാസമല്ല, ലോകത്തിന്റെ വിശ്വാസമല്ല. वो विश्वास मनुष्य बनाया हुआ विश्वास नहीं, दुनिया बनाने वाला विश्वास नहीं. ആ വിശ്വാസം മലകളെ നീക്കുന്ന വിശ്വാസമാണ്.
वो विश्वास पहाड़ों को हटाने वाला विश्वास है। ആ വിശ്വാസം അത്തിയെ ഉണക്കുന്ന വിശ്വാസമാണ്. हालेलुया। वो विश्वास अंजीर का पेड़ को सुखाने वाला विश्वास है। ആ വിശ്വാസം കാട്ടത്തിയെ വേരോട് പറിക്കുന്ന വിശ്വാസമാണ്. हालेलुया। वो विश्वास जंगली अंजीर की पेड़ को जड़ से उखाड़कर समुद्र में फेंकने वाला विश्वास है। ഇത് ഉണക്കേണ്ടതിനെ ഉണക്കും, പറിക്കേണ്ടത് നീക്കേണ്ടതിനെ നീക്കും, മാറ്റേണ്ടതിനെ മാറ്റും. हालेलुया। हमारे अंदर जो परमेश्वर का द्वारा उत्पन्न होने वाला विश्वास, हालेलुया, सुखाने वाले चीज को सुखा देते हैं, उखाड़ने वाला चीज को उखाड़ लेते हैं। പ്രൈസ് ദി ലോർഡ്. हालेलुया। ആ വിശ്വാസമാണ് പത്രോസിനെ വെള്ളത്തിന്റെ പുറത്തൂടെ, കടലിന്റെ പുറത്തൂടെ നടക്കുവാൻ ബോട്ടിൽ നിറങ്ങി ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ നടക്കുവാൻ പ്രേരിപ്പിച്ചത്. ആ വിശ്വാസമാണ്. वही विश्वास है पत्रोस को नाव से उतरकर यीशु मसीह की बात के ऊपर, पानी के ऊपर से चलने का शक्ति दिया। പ്രൈസ് ദി ലോർഡ്. आमीन। പ്രൈസ് ദി ലോർഡ്. हालेलुया। ആ വിശ്വാസമാണ് അത്ഭുതങ്ങൾ നടത്തിയത്. वही विश्वास है प्रेरितों के द्वारा चमत्कारियों को कराया आज तक। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ, നിങ്ങളുടെ വെളിപ്പാടുകൾ മാറട്ടെ, നിങ്ങളുടെ അറിവുകൾ മാറട്ടെ. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠരാണ്. ദൈവം നിങ്ങളിൽ കൂടി വൻകാര്യങ്ങൾ ദേശത്ത് പ്രവർത്തിക്കാൻ പോവുകയാണ്. हालेलुया। आज रात को हमारा दर्शन को, हालेलुया, बदले, हमारी सोच को बदले, हमारी विचार को बदले। प्रभु हमारे जीवन के द्वारा देश के बीच में, हालेलुया, राज्यों के बीच में बहुत बड़े कार्यों को करने के लिए प्रभु, हालेलुया, चाहता है। അതുകൊണ്ട് നിങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ 30 മടങ്ങിൽ നിൽക്കരുത്, 60 നിൽക്കരുത്. വിശ്വാസത്തിന് 100ലേക്ക് വരുവാൻ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. हालेलुया। इसलिए मैं आपको उपदेश देना चाहता हूं, आप विश्वास का 30 गुना में नहीं, विश्वास का 60 गुना में नहीं, विश्वास का 100 गुना में आने के लिए कोशिश करते रहे। അവിടെ വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വിടുതലുകൾ സംഭവിക്കും, രോഗികൾ സൗഖ്യമാക്കും, ഭൂതങ്ങൾ വിട്ടുപോകും. അവിടെ മിറക്കിൾസ് സംഭവിക്കും. वहां रोगी लोग चंगा होते हैं, अद्भुत चमत्कारियां होते हैं, दुष्टात्मा भाग जाते हैं। जो चमत्कारी हमारी जीवन में चाहता है वो होना शुरू हो जाता है। അതാണ് ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം. हालेलुया। वो है पहला पॉइंट, हमारा परमेश्वर पर जो विश्वास। ഞാൻ ആരെ വിശ്വസിക്കുന്നു, ആരെ വിശ്വസിക്കുന്നു? मैं किस पर विश्वास करता हूं वो मैं जानता हूं। അത് ലോകത്തിലൊരു വ്യക്തിയല്ല, ഒരു സമ്പന്നനല്ല, ലോകത്തിലൊരു പ്രഭുവല്ല, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതാവല്ല, ഒരു ലീഡർ അല്ല, അല്ലെങ്കിൽ ഈ മറ്റാരുമല്ല. അത് ഞാൻ വിശ്വസിക്കുന്ന സർവശക്തനായ എന്റെ ക്രിസ്തുവാണ്. हालेलुया। वो जो व्यक्ति, ये दुनिया का कोई व्यक्ति नहीं है, मनुष्यों का कोई संस्था नहीं, कोई धर्म नहीं, कोई जाति नहीं, हालेलुया, धन दौलत वाला लोग नहीं, वो सर्वशक्तिमान यीशु मसीह है। രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് ദൈവത്തെ അറിയുക. നിങ്ങൾ വിശ്വസിക്കുന്നവരെ നിങ്ങൾ അറിയുക. पहला पॉइंट है आप इस परमेश्वर को जाने, जिस पर आप विश्वास करते हैं उनको जाने। ആ ദൈവത്തെ അറിയുമ്പോൾ നിങ്ങളെ അവസാനം വരെ നിങ്ങളെ നടത്തുവാൻ ശക്തനാണ് നിങ്ങളെ സേവിക്കുന്ന നിങ്ങളുടെ ദൈവം. हालेलुया। जब उस परमेश्वर पर जब हम विश्वास करते, वो हमारा परमेश्वर आनंद काल तक हमको चलाने के लिए काफी है। അടുത്ത പോയിന്റ് 2 കൊരിന്ത്യലേഖനം 2:11. दूसरा पॉइंट है 2 कोरिन्थिय 2:11। कि शैतान का हम पर दाव ना चले, क्योंकि हम उसकी युक्तियों से अनजान नहीं। आमीन। സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. हालेलुया। यहाँ लिखा है शैतान का हम पर दाव न चले, क्योंकि हम उसकी युक्तियों से अनजान नहीं रहो। ഒന്ന് ദൈവത്തെ അറിയണം. पहला है सर्वशक्तिमान पिता परमेश्वर के बारे में जानकारी रखना, जिसका हम उपासना करता है। രണ്ടാമത്തെ പോയിന്റ് സാത്താനെ അറിയണം. हालेलुया। दूसरी पॉइंट है शैतान के बारे में अनजान ना रहो। അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം.
उनकी युक्तियों के बारे में अच्छी से जानकारी होना जरूरी है। കാരണം ഈ സാത്താൻ അലർന്ന സിംഹമാണ്, ये जो അപവാദിയാണ്, ഇതൊരു ശത്രുവാണ്. നിങ്ങൾ തിരിച്ചറിയണം. ये जो शैतान है, आवाज करने वाला सिंह है, ये एक बहुत बड़ा सामर्थ्य है, ये एक हालेलुया युक्ति करने वाला एक चीज है। ഈ പിശാച് ഒരു ഉപായിയാണ്, ഒരു വഞ്ചകനാണ്, ഒരു അപവാദിയാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവനാണ്, നിങ്ങളെ തകർക്കുന്നവനാണ് എന്നുള്ള, നിങ്ങളെ തോൽപ്പിക്കുവാൻ തന്ത്രങ്ങൾ ഒരുക്കുന്നവനാണെന്നുള്ള ഒരു വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകണം. हमारे को धोखा देने वाला है, हमारे विरुद्ध में बात करने वाला है, हमारी अपराधों को इकट्ठा करने वाला है, एक बहुत बड़ा युक्ति को इकट्ठा कर हमारे विरुद्ध कार्य करने वाला है करके हम हमेशा शैतान के बारे में जानकारी हो। സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയണം. शैतान का युक्तियों को हमेशा जानकारी रखिए। ഏദൻ തോട്ടത്തിൽ ഒന്നാമത്തെ ആദാമിന്റെ അടുക്കൽ അവരെ ദൈവത്തെ പോലെ ആക്കാം എന്നുള്ള ഒരു തന്ത്രം ഉപയോഗിച്ചു. हालेलुया। एदन बगीचा में आदम और हवा पहला मनुष्य को उनको परमेश्वर की जैसा बनाएंगे करके एक बहुत बड़ा युक्ति को उन्होंने वहां प्रकट किया। അവരെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചതാണ്, ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചവരാണ്. അവിടെ ഒരു സംശയം ഉണ്ടാക്കി. എന്താണ് സംശയം? ഒരു ഡിസെപ്ഷൻ, ഒരു വഞ്ചന, ഒരു ഉപായം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ ദൈവത്തെ പോലെ ആക്കാം, ദൈവം പറയുന്നതെല്ലാം തെറ്റാണ്. हालेलुया। वहां हम देख सकता है आदम और हव्वा जो पहला मनुष्य और स्त्री एकदम परमेश्वर की स्वरूप में परमेश्वर के सदृश्य पर बने हुए थे, लेकिन उनके बीच में जाकर एक गलत तंत्र युक्ति को डालकर उनके अंदर भिन्न हुआ धोखेबाजी देकर उनको बोला मैं तुम्हें परमेश्वर की जैसा बनाऊंगा करके उनको धोखा देकर परमेश्वर से दूर कर दिया। Praise the Lord. हालेलुया, Praise the Lord. हालेलुया। ഏദനിൽ ദൈവം ഉറപ്പ് കൊടുത്തതിനേക്കാൾ വലിയ ഉറപ്പ്, നിങ്ങൾ ഒരിക്കലും ഈ വൃക്ഷഫലം തിന്നാൽ നിങ്ങൾ മരിക്കയില്ല എന്ന് പറഞ്ഞ ഉറപ്പ് പിശാച് ഏദനിൽ ഹവ്വായ്ക്കും ആദാമിനും കൊടുത്തു. हालेलुया। परमेश्वर ने बोला वो मना किया हुआ इस बीच वाला भले बुले जानकारी का वृक्ष का फल तुम नहीं खाना, हालेलुया, इसको खाओ करके उनको धोखेबाजी देकर शैतान ने परमेश्वर का विरुद्ध अपने सदृश्य और अपने रूप पर बनाया हुआ मनुष्यों को अपनी कब्जे में कर दिया। ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും നിശ്ചയം. അതിനേക്കാൾ വലിയ അഷുറൻസ്, അതിനേക്കാൾ വലിയ ഷുവർട്ടി, അതിനേക്കാൾ വലിയ ഉറപ്പ് ഈ പിശാച് ആദ്യ മാതാപിതാക്കൾക്ക് കൊടുത്തു. हालेलुया। हमारा पहला माता पिताओं को परमेश्वर ने बोला जिस दिन तुम ये फल खाओगे तुम मर जाओगे, लेकिन शैतान आकर बोला तुम कभी नहीं मरोगे। उनको ये एकदम पक्का वायदा कराया कभी नहीं मरोगे, कभी नहीं मरोगे कर उनके मन के अंदर डालकर परमेश्वर की विरुद्ध कार्य कराया। നമുക്കറിയാം എന്താണ് സാത്താന്റെ വാക്കുകൾ വിശ്വസിച്ച നിമിത്തമായി അവർക്ക് സംഭവിച്ച ദുരന്തം നമുക്കറിയാം. हालेलुया। शैतान का वचनों के ऊपर विश्वास करने के वजह से उनके ऊपर हुआ हालेलुया जो बहुत बड़ा दुर्घटना को हम अच्छे से जानते हैं। Praise the Lord. आमीन। എന്നാൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിനടുക്കൽ വീണ്ടും ആഹാരം കഴിക്കാനുള്ള പ്രലോഭനവുമായി വന്നു. ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിനടുക്കൽ വീണ്ടും സാത്താൻ യേശുവിന്റെ മരുഭൂമിയിൽ യേശു ഉപവസിച്ചപ്പോൾ അതേ പ്രലോഭനമായിട്ട് വന്നു. നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ. വീണ്ടും ഒരു സംശയം. ഏദനിൽ നിങ്ങളെ ദൈവത്തെ പോലെ ആക്കാമെന്ന് പറഞ്ഞു. എന്നാൽ യേശുവിന്റെ മരുഭൂമിയിൽ സാത്താൻ പറഞ്ഞു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീർക്കാം. അവിടെയും ക്രിസ്തുവിനെ സംശയത്തിൽ കൊണ്ടുവന്ന് പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. हालेलुया। पहला आदम को बोला मैं तुम्हारे को परमेश्वर जैसा बनाऊंगा। आखिरी आदम हमारे यीशु मसीह को जब 40 दिन को उपवास में मरुस्थल पर जब वो कर रहा था वहां आकर बोला तुम अगर परमेश्वर का पुत्र है तो, मतलब अपने अंदर एक शक पैदा कर परमेश्वर को शैतान की बात को हालेलुया अनुसरण कराने के लिए हालेलुया कोशिश कराया। അവിടെ ഒടുക്കത്തെ ആദമായ കർത്താവായ യേശു ക്രിസ്തു വചനത്താൽ പിശാചിനെ ജയിച്ചു.
वहां हम देख सकते हैं आखिरी आदम प्रभु यीशु मसीह वचन के द्वारा शैतान की युक्तियों को खत्म किया, उन पर जयवंत घोषणा किया। Praise the Lord. आमीन। പ്രിയമുള്ളവരെ, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. शैतान की युक्तियों को जानना बहुत जरूरी है मेरे शिशु। ഇന്നും പിശാച് വിവിധ തന്ത്രങ്ങളാൽ വിശുദ്ധന്മാരെ തകർക്കുകയാണ്. आज भी अलग अलग युक्तियों को, योजनाओं को, मनुष्यों को सामने बनाकर प्रभु की दासों को शैतान खत्म करने के लिए कोशिश करता है। അതുകൊണ്ടാണ് പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയണം, പിശാചിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നും എഫെസ്യർ 6-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്. हालेलुया। इसलिए प्रभु का दास प्रेरित पौलुस एफेसियों का पत्री में हमको बताता है, सारे हथियारों को बांधो और शैतान के विरुद्ध लड़ाई करो। പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ സർവായുധവർഗം എടുക്കണം. शैतान की युक्तियों को पहचान कर सारे हथियारों को बांध कर हालेलुया खड़े रहना बहुत जरूरी है। മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റോമാലേഖനം 8:28 ആണ്. റോമാലേഖനം 8:28. हालेलुया। तीसरा पॉइंट है रोमियों का पत्री 8:28। हम जानते हैं कि जो लोग परमेश्वर से प्रेम रखते हैं उनके लिए सब बातें मिलकर भलाई ही को उत्पन्न करती है, अर्थात उन्हीं के लिए जो उसकी इच्छा के अनुसार बुलाए हुए हैं। आमीन। അവിടെ നാം വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും നന്മയ്ക്കായി എന്ന് നാം അറിയുന്നു. റോമാലേഖനം 8:28. रोमियों का पत्री 8:28 में बोला है, जो लोग परमेश्वर से प्रेम रखते हैं उनके लिए सब बातें मिलकर भलाई को ही उत्पन्न करती है, ये हम जानते हैं। ദൈവത്തിന് അതിന് പറയുന്നത്, പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. हालेलुया। प्रभु का पवित्र वचन हमको कहता है, जो परमेश्वर से प्रेम रखते हैं और उसकी इच्छा के अनुसार बुलाए हुए लोगों के लिए सब बातें मिलकर भलाई को ही उत्पन्न करती है। അതൊരു അറിവാണ്. സകല നന്മയ്ക്കായി ഉണ്ടായി വരും, സകല നന്മയ്ക്കായി വെളിപ്പെട്ട് വരും. ഈ തിന്മ മാറും, ഈ കഷ്ടതകൾ മാറും, ഈ വേദനകൾ മാറും, ഇന്നത്തെ തകർച്ചകൾ മാറും. സകല നന്മയ്ക്കായി ദൈവം തീർക്കും എന്നുള്ളതൊരു അറിവാണ്. हालेलुया। ये धरती पर जो कुछ भी हम परमेश्वर की वचन के अनुसार चलने वालों, उनसे प्रेम रखने वालों के लिए जो कुछ भी होते हैं, आज आप दुख में होगा, आज आप कष्ट में होगा, आज आप परेशानी में होगा, लेकिन आगे दिनों में ये मिलकर आपके लिए भलाई के लिए उत्पन्न होगा। इसमें आप वंचित ना रहे। സകലവും നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്ന ദൈവകൃപയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. सब चीज से मिलकर भलाई के लिए होता है, उत्पन्न होने वाला वो परमेश्वर की अनुग्रह है जो हमारे ऊपर है। Praise the Lord. हालेलुया। പ്രിയമുള്ളവരെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 1 തെസ്സലോനിക്കർ 3:3. 1 തെസ്സലോനിക്കർ 3:3. पहला तेसलोनिकिया 3:3। हालेलुया। आगे का पॉइंट വായിച്ചാട്ടെ. कि कोई इन क्लेशों के कारण डगमगा ना जाए, क्योंकि तुम आप जानते हो कि हम इन्हीं के लिए ठहराए गए हैं। आमीन। നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? यहाँ लिखा है, तुम हालेलुया क्लेशों के कारण डगमगाना नहीं चाहिए करके तुम जानने हो। അവിടെ വിശ്വാസ ജീവിതത്തിലെ കഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. वहां विश्वासी जीवन का कष्टों के बारे में, क्लेशों के बारे में हमारे को ठहराया हुआ है, ये अच्छे से जानकारी हमारे अंदर होना चाहिए। അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണമെന്നും നാം അറിയുന്നു. അനേക കഷ്ടങ്ങളിൽ കൂടി. प्रेरितों का काम 14 अध्याय में लिखा है, हम विश्वास में धीरज रहना, लेकिन अनेक क्लेशों के द्वारा उस पर प्रवेश करना जरूरी है। കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്.
हालेलुया। हमारा सर्वशक्तिमान प्रभु यीशु मसीह बोलता है यूहन्ना का सुसमाचार 16 अध्याय में, दुनिया में तुम्हें क्लेश है। റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം അറിയുന്നു. हालेलुया। रोमियों का पत्री हालेलुया 1:18 पर बोला है हालेलुया, ये धरती पर जो क्लेश है हालेलुया हालेलुया, जो इस समय के दुख और क्लेश उस महिमा के सामने जो हम पर प्रकट होने वाली है कुछ भी नहीं है। ഒന്ന് പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ലജ്ജിച്ചു പോകരുത്. पत्रोस का पत्री 5वां अध्याय पर लिखा है, एक मसीह होने के बाद तुम क्लेश को भुगतना तो तुम कभी पीछे नहीं हटना, तुम कभी हालेलुया लज्जित नहीं होना। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുന്നു, ഈ കഷ്ടതയ്ക്കൊന്നിനും ദൈവ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. इसलिए प्रेरित पौलुस भजन के अंदर हमको बताता है, ये दुनिया की कोई भी क्लेश मुझे परमेश्वर की विश्वास से दूर नहीं कर सकता। അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. रोमियों का पत्री 5 अध्याय पे बोलता है, हम हालेलुया हम क्लेशों में भी प्रशंसा करता है। അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, കഷ്ടം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, വരം ലഭിച്ചിരിക്കുന്നു. इसलिए फिलिपियों का पत्र 2 अध्याय में बोला हुआ है हालेलुया, क्लेश को भुगतने के लिए तुम्हारे लिए वरदान मिला हुआ है। അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 4:17 പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. हालेलुया। इसलिए हालेलुया कोरिन्थियों का पत्री 4:17 में लिखा है हालेलुया, हमारा फल भर का हल्का सा क्लेश हमारे लिए बहुत ही महत्वपूर्ण और अनंत महिमा उत्पन्न करता जाता है। അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 3:11 പറയുന്നു, കഷ്ടാനുഭവങ്ങളുടെ ക്രിസ്തുയേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം, കൂട്ടായ്മ അനുഭവിച്ചറിയണം. हालेलुया। इसलिए फिलिपियों का पत्र 3 अध्याय में बोलता है हालेलुया, क्लेशों को जो सौभागीदार बने करके। അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അറിവ്. ഈ കഷ്ടം താൽക്കാലികമാണ്, ഈ കഷ്ടങ്ങൾ നൊടി നേരത്തേക്കേ ഉള്ളൂ, ഈ കഷ്ടങ്ങൾ സാരമില്ല, ഈ കഷ്ടങ്ങളെ പ്രശംസിക്കാൻ കഴിയും, ഈ കഷ്ടത ഒരു അവസാനമല്ല, ഇതിന്റെ അപ്പുറത്ത് നമുക്കൊരു മഹത്വമുണ്ട്, ഒരു തേജസ് ഉണ്ട്. हालेलुया। मसीह पर विश्वास करने वाला मेरे अजीजों, मैं आपको बताना चाहता हूं, आज इस क्लेश के सामने आप करता है तो आप लज्जित ना हो और पीछे ना हटो। ये थोड़ी सी है, प्रभु ने हमको अनुग्रह दिया हुए कष्टों को सामना करने के लिए। इस कष्ट के बाद हालेलुया परमेश्वर का एक बहुत बड़ा हालेलुया अनुग्रह, एक तेजस हमारे लिए रखा हुआ है। Praise the Lord. Hallelujah. ആമേൻ. ഞാൻ ആ ഭാഗങ്ങൾ ഇനിയും നമ്മുടെ സമയം മുൻപോട്ട് പോയി ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ അറിവ് 1 തെസ്സലോനിക്കർ 4:13 അറിവ്. आखिरी हालेलुया बात हालेलुया मैं आपको बताता हूं, 1 तेस्सलोनी 4:13 पे लिखा है, पढ़िए। हे भाइयों, हे भाइयों, നമ്മോട് വായിക്കുന്നത്, നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. यहाँ लिखा है जो लोग मर चुके हैं, जो सोने वाले के बारे में जानकारी होना जरूरी हो। അതാണ് എന്താണ് നിദ്ര? क्या है सोने का मतलब? എന്താണ് നിദ്ര എന്ന് പറയുന്നത്? അത് ഉറക്കമാണ്. मृत्यु का मतलब है सोना, नींद। വിശുദ്ധന്മാർക്ക്, വിശ്വാസികൾക്ക് അവർ വീണ്ടും ജനിച്ചതോടുകൂടി, രക്ഷിക്കപ്പെട്ടതോടുകൂടി മരണം ഒരു ഉറക്കമായി മാറി. ഉറക്കത്തെ നാം ഭയപ്പെടുന്നില്ല, ഉറക്കത്തെ നാം പേടിക്കുന്നില്ല. നിശ്ചിത സമയം കഴിയുമ്പോൾ നാം ഉണരും. हालेलुया। जो व्यक्ति ये धरती से तो मर जाते हैं, उनके लिए मृत्यु एक नींद है, क्योंकि थोड़ी देर के लिए वो सो रहा है। सोने वाला व्यक्ति थोड़ी देर के बाद जाग जाता है। उसी जैसा परमेश्वर के भक्त जो मर जाता है, थोड़ी दिन के बाद वो जाग जाता है। അതുകൊണ്ടാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ പ്രത്യാശ എന്ന് പറയുന്നത്
മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, കല്ലറ കൊണ്ട് തീരുന്നതല്ല, ഈ ലോകത്തിലെ വേർപാട് കൊണ്ട് അവസാനിക്കുന്നതല്ല. അതുകൊണ്ടാണ് പുതിയ നിയമം പറയുന്നത് ഇത് ജീവനുള്ള പ്രത്യാശയാണ്. हालेलुया। प्रभु की पवित्र वचन हमको कहता है जीवन का आशा, क्योंकि मसीह लोग ये धरती पर ये विश्वास करता है उनका जीवन थोड़ी देर धरती से नींद की तरह चले जाता है, कब्र में वो खत्म नहीं होता, दुनिया की थोड़ी सी लालच पर वो खत्म नहीं होता, हमेशा वो आशा रखता है, जीवन का आशा है। അത് ലോകത്തിൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെയല്ല, ആശ്വസിപ്പിക്കുന്ന പ്രത്യാശയാണ്, സ്വർഗീയ പ്രത്യാശയാണ്, ആത്മാവിന് നങ്കൂരമാകുന്ന പ്രത്യാശയാണ്, ഇത് തേജസ്സിന്റെ പ്രത്യാശയാണ്, വരുവാനുള്ള ലോകത്തിന്റെ നിത്യതയുടെ പ്രത്യാശയാണ് ഒരു ദൈവവൈദ്യന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. हालेलुया। हम नहीं चाहते कि तुम उनके विषय में जो सोते हैं अज्ञान ना रहो, ऐसा ना हो कि तुम औरों की नहीं सो करो जिन्होंने आशा नहीं। हमारा ये धरती का समय थोड़ी दिन का जो नींद है इस पे बारे में अच्छे से वो थोड़ी समय का है, हालेलुया, हमेशा के लिए नहीं है। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. इसलिए प्रेरित पौलुस बोलते हैं जो सो जाते हैं उनके बारे में तुम बिना जानकारी से न रहो। പ്രിയമുള്ളവരെ, എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. मैं मेरा कलीसिया में एक और हालेलुया मीटिंग में मुझे शामिल होना है, इसलिए मैं बहुत जल्दी आपके साथ ये वाइंड अप करना चाहता हूँ। ഒന്നാമത്തെ അറിവെന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ചുള്ള അറിവാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. पहला जानकारी हमारा सर्वशक्तिमान पिता परमेश्वर यीशु मसीह के बारे में जो जानकारी है, അത് ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നിങ്ങളുടെ അറിവിന്റെ ആധാരം എന്ന് പറയുന്നത്. वो विश्वास का जो जानकारी का नींव है परमेश्वर के ऊपर जो विश्वास। രണ്ടാമത്തെ അറിവെന്ന് പറഞ്ഞാൽ സാത്താനെ കുറിച്ചുള്ള അറിവാണ്, പൈശാചിക ലോകത്തെ കുറിച്ചുള്ള അറിവാണ്. हालेलुया। दूसरा जानकारी है शैतान की युक्तियों के बारे में, उनकी दुनिया के बारे में जो जानकारी। സാത്താന്റെ തന്ത്രങ്ങളെ, പിശാചിന്റെ കെണികളെ, സാത്താൻ ഒരുക്കുന്ന പദ്ധതികളെ ഒരു ദൈവജനൻ തിരിച്ചറിയണം. शैतान को युक्तियों को, उनकी योजनाओं को, उनके धोखेबाजी बातों को एक विश्वासी व्यक्ति अच्छे से जानना बहुत जरूरी है। അടുത്ത അറിവ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. इसलिए तीसरा जानकारी है हर एक बात आकर भलाई के लिए उत्पन्न हो जाता है करके जानकारी होना बहुत जरूरी है। നമ്മുടെ തിന്മകൾ നന്മയായി തീരും, നമ്മുടെ മാറുകൾ മധുരമായി തീരും, നമ്മുടെ ശാപങ്ങൾ അനുഗ്രഹമായി തീരും, നമ്മുടെ താഴ്ചകൾ ഉയർച്ചയായി മാറും, നമ്മുടെ പരാജയം ജയമായി മാറും. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന അറിവ്. हमारा बीमारी चंगाई में, हमारा पराजय विजय में, हमारे जीवन का श्राप अनुग्रह में, हमारे जीवन का धोखेबाजी हालेलुया अद्भुत कार्यों में होगा। ये आपके जीवन में जानकारी होना बहुत जरूरी है। അടുത്ത അറിവ് പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത അറിവ് എന്ന് പറയുന്നത് കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള അറിവ്. हालेलुया। चौथा जानकारी है ये क्लेश को पाने के लिए प्रभु ने हमको अनुग्रह दिया है, उसके लिए प्रभु ने हमको बुलाया गया है। കഷ്ടത ഒരു അവസാനമല്ല, അത് ദൈവം കൈവിട്ട അനുഭവമല്ല, ദൈവം അവിടെ നിങ്ങളെ മറക്കുന്നില്ല, അത് അല്പകാലത്തൊക്കെ ഉള്ളൂ, അതെന്നും നിലനിൽക്കുന്നില്ല. ആ കഷ്ടത കഴിഞ്ഞ ഒരു മഹത്വമുണ്ട്, ഒരു തേജസ് ഉണ്ട്. അതുകൊണ്ട് കഷ്ടങ്ങൾ താൽക്കാലികമാണ്, ഒരു കഷ്ടത നിത്യമായിട്ടുള്ളതല്ല. हालेलुया। ये धरती का क्लेश हमेशा के लिए नहीं है, ये हट जाएगा, वो थोड़ी समय के लिए है। इस क्लेश के बाद एक अनुग्रह का अनुभव हमारे जीवन में है, ये पक्का जानकारी रखिएगा। പ്രൈസ് ദി ലോർഡ്. हालेलुया। അടുത്ത അറിവാണ് പ്രിയമുള്ളവരെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവ്. पांचवा जानकारी है जो सोने वाले के बारे में, जो मर चुका है उसके बारे में जो जानकारी है। അത് ഞാൻ പറഞ്ഞ പ്രത്യാശയെ കുറിച്ചുള്ളതാണ്. അത് ഈ ലോകത്തിലെ ജീവിതത്തെ കുറിച്ചുള്ളതല്ല, വരുവാനുള്ള ലോകത്തെ കുറിച്ചുള്ള, ഇളകാത്ത രാജ്യത്തെ കുറിച്ചുള്ള, സ്വർഗ സിയോനെ കുറിച്ചുള്ള, ആ വിശുദ്ധന്മാർ കാത്തിരുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പഴയ നിയമ വിശ്വാസ വീരന്മാർ കാത്തിരുന്ന സ്വർഗീയമായതിനെ കുറിച്ചുള്ള, അത് ഈ ലോകത്ത് നശിക്കുന്ന ലോകത്തെ കുറിച്ചുള്ള, ജീർണിച്ചു പോകുന്ന പഴകി പോകുന്ന ഈ ലോകത്തിന്റെ സംവിധാനത്തിലല്ല, അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ പ്രത്യാശ ഉയരങ്ങളിലാണ്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്.
हमारे जीवन का आशा स्वर्ग में है। जो पुराना भक्त लोग जो नया यरूशलेम के बारे में जो जानकारी रखा था, वो अनंत काल का जीवन का जानकारी है, वो हमेशा की है। ये धरती पर खत्म होने वाला नहीं, थोड़ी देर के बाद लोग बनाए हुए कहानी की जानकारी नहीं है। हमेशा 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 के लिए, अनंत काल के लिए हमको बुलाया हुआ वो जानकारी है। ഇന്ന് രാത്രികാലം ഈ വാതിനെ കേൾവി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. എനിക്ക് അവസരം നൽകിയ ദേവദാസനോട് സഭയോട് നന്ദി പറയുന്നു. എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. मुझे अवसर दिया परमेश्वर को, पवित्र लोगों के लिए मैं धन्यवाद करता हूं। मुझे एक और मीटिंग है, इसलिए मेरे को थोड़ा जल्दी समाप्त करना पड़ा। ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ ജി, താങ്ക് യു. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന ഞങ്ങൾക്ക് വിളമ്പി തന്നതിനായി ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കത്തക്കവണ്ണമുള്ള ആ വലിയ വചനത്തെ തന്നതിനായി താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. सर्वशक्तिमान पिता परमेश्वर, हम जो पास्टर के लिए धन्यवाद करते हैं। आज हमारे बीच में आकर हमारे विश्वास को बढ़ाने वाला, हमको आशा देने वाला पिताजी, हमेशा हमेशा हमारे लिए एक नित्य आनंद जीवन आपने रखा है। हालेलुया। धरती पर जो हमारा विश्वास का जो नींव है, जो हमारा परमेश्वर यीशु मसीह, हालेलुया, उसके बारे में अच्छे से जानकारी रखते हुए हमारे अनंत काल का जीवन को आगे बढ़ाने के लिए पिताजी हम लोगों को शक्ति दे, सामर्थ्य दे प्रभु जी, बल दे पिताजी। हालेलुया। आपकी दास के लिए, दासी के लिए, बच्चों के लिए विनती करते, उनकी सेवकाई के लिए, उनकी मिनिस्ट्री के लिए विनती करते पिताजी। दया करना, शक्ति देना, कृपा देना, महिमा आपको मिले यीशु मसीह के पवित्र नाम में। आमीन, आमीन।